പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ കപ്പാസിറ്റേഴ്സിലെ സീരീസ് കോമ്പിനേഷൻ വ്യക്തമായി പഠിക്കേണ്ടായി. When a number of capacitors are connected in series, the resultant capacitance should be less than the lowest value of the individual capacitors. Series combination capacitance value കുറക്കാനുള്ള സംവിധാനമാകും. Now, രണ്ടാമത്തെ കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ. 3 കപ്പാസിറ്റേഴ്സ് പാരലൽ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് വാല്യൂ? See here, എന്താ പാരലൽ കോമ്പിനേഷൻ നോക്കാം. ആദ്യം we are having 3 capacitors C1, C2, C3. 3 capacitors C1, C2, C3. 3 capacitors. ഓരോന്നിന്റെയും ഫസ്റ്റ് പ്ലേറ്റ് P1 എന്ന പ്ലേറ്റ് ഒരു കോമൺ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ലിസൺ ഹിയർ, കോമൺ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. സി രണ്ടാമത്തെ പ്ലേറ്റ് ഒരു കോമൺ ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. സി ഹിയർ, ദിസ് ഇസ് ദ കോമ്പിനേഷൻ C1, C2 and C3 to a common terminal. ഈ കോമൺ ടെർമിനലിൽ നിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഉള്ള ഒരു സെല്ലിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. സോ ദിസ് ഇസ് ദി പാരലൽ കോമ്പിനേഷൻ. C1, C2 and C3 are 3 capacitors connected in parallel to a cell of potential difference V volt. See, V volt is the positive, negative. ഈ വോൾട്ടേജ്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ കപ്പാസിറ്ററിനും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ ഈ V തന്നെയായിരിക്കും ഇയാളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ V തന്നെയായിരിക്കും C2 ന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ V തന്നെയാണ് C3 ന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷേ സർക്യൂട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ചാർജ് ഫ്ലോസ് ഇവിടെ വെച്ച് ചാർജ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സി 3 ടെർമിനലിൽ പോകുന്ന ചാർജ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോന്നിന്റെയും കപ്പാസിറ്റി ഓഫ് സ്റ്റോറിംഗ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ചാർജ് C1 ന്റെ ചാർജ് ഞാൻ എടുക്കുന്നു Q1, C2 ന്റെ ചാർജ് Q2 and C3 ചാർജ് Q3. When capacitors are connected in parallel, potential difference of each capacitor will be same, but charge will be different. സീരീസ് കോമ്പിനേഷനില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരുന്നു, ചാർജ് സെയിം ആയിരുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, ചാർജ് ഡിഫറെന്റ് ആണ്. Q1, Q2 and Q3 are the respective charges across charges of C1, C2 and C3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ C1, C2, C3 ഈക്വലന്റ് ആയ റിസൾട്ട് കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. സോ ഞാനൊരു ഈക്വലന്റ് സർക്യൂട്ട് വരക്കുന്നു നമുക്ക് മനസ്സിലാൻ വേണ്ടി. ഈ മൂന്നിന്റെയും റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് C ആവട്ടെ, C കണക്റ്റഡ് ടു എ സെൽ ത്രൂ എ കീ. സോ ഇത് റിസൾട്ട് കപ്പാസിറ്റൻസ് അത് കണ്ടുപിടിക്കേണ്ടത്. ഈ റിസൾട്ടന്റ് ടോട്ടൽ ചാർജ് Q, C പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട്. V വോൾട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ ചാർജ് Q is equal to Q1 plus Q2 plus Q3. If C is the resultant capacitance, C is the effective capacitance, C is the resultant capacitance, you know, C is equal to Q by V. അതുകൊണ്ട് Q is equal to C into V. Q CV ആണെങ്കിൽ see Q1 is equal to C1 into V, C1V. Q2 is equal to C2V and Q3 is equal to C3V. Q1, Q2, Q3, Q ഈ വാല്യൂസ് എല്ലാം ഈക്വേഷൻസ് പുട്ട് ചെയ്യുന്നു. Putting these in the equation. Listen here. Putting these in the equation. See here. CV is equal to
C1V plus C2V plus C3V. V taken out. CV is equal to C1 plus C2 plus C3 into V. V cancels. Resultant capacitance C is equal to C1 plus C2 plus C3. C is equal to C1 plus C2 plus C3. See, for example, we are having three capacitors, 1 microfarad, 2 microfarad and 3 microfarad. മൂന്നും പാരലൽ കോമ്പിനേഷൻ കണക്ഷൻ കൊടുത്തു. ശ്രദ്ധിക്കുക, റിസൾട്ട് കപ്പാസിറ്റൻസ് എന്തായിരുന്നു? C is equal to 1 plus 2 plus 3. 1 plus 2 plus 3 is equal to 6 microfarad. And you know 6 is greater than 3. ഈ ഇൻഡ്യൂർ കപ്പാസിറ്റി ഏറ്റവും വലിയ വാല്യൂ ആയ 3യേക്കാളും കൂടുതലാണ് റിസൾട്ട് കപ്പാസിറ്റൻസ്. When a number of capacitors are connected in parallel combination, when a number of capacitors are connected in parallel, the resultant capacitance will be greater than the biggest value of the individual capacitors, and hence parallel combination of capacitors is to increase that capacitance value. Capacitance value കൂട്ടാനുള്ള സംവിധാനമാകുന്നു, ടെക്നോളജി ആകുന്നു parallel combination. See here, I repeat once again, three capacitors C1, C2 and C3 are connected in parallel to a cell of potential difference V. Potential difference across each capacitor will be same, but charge will be different. Q1, Q2 and Q3 are the respective charges. So the resultant charge, net charge Q is Q1 plus Q2 plus Q3. ഇതിന്റെ റിസൾട്ടന്റ് കപ്പാസിറ്റി C ആണെങ്കിൽ C is equal to Q by V. അതുകൊണ്ട് Q is equal to CV. QCV ആണെങ്കിൽ Q1 is equal to C1V, Q2 C2V and Q3 C3V. Putting these in this equation, CV is equal to C1V plus C2V plus C3V. CV is equal to C1 plus C2 plus C3 into V. Hence, C is equal to C1 plus C2 plus C3. When a number of capacitors are connected in parallel, the resultant capacitance will be greater than the biggest value of the individual capacitors, and hence parallel combination is to increase the capacitance value. So, രണ്ട് കോമ്പിനേഷൻ പഠിച്ചു കഴിഞ്ഞു. സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്റർ വാല്യൂ കുറക്കാനുള്ള അറേഞ്ച്മെന്റ് ആണെങ്കിൽ പാരലൽ കോമ്പിനേഷൻ കപ്പാസിറ്റർ വാല്യൂ, റിസപ്റ്റർ വാല്യൂ കൂട്ടാനുള്ള സംവിധാനമാണ്.